നല്ല ടേസ്റ്റിലൊരു പഫ്സ് ഉണ്ടാക്കിയാലോ. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ലൈം ജ്യൂസും പഫ്സ് അല്ലെങ്കിൽ ചായയും പഫ്സും ഭയങ്കര കോമ്പിനേഷനായിരുന്നു. ആ മെമ്മറിയിൽ ഉണ്ടാക്കുന്നതാണ്. ഒരു പാനെടുത്ത് ഓയിൽ ഒഴിച്ചു, ചെറുതായി മുറിച്ച ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയിടുക. ഇനി ആവശ്യം കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിച്ചപ്പും ഇട്ട് വീണ്ടും നന്നായി വേവിക്കുന്നു. ഇത് നല്ലോണം വേവിക്കുക. കുറേ മസാലകളൊന്നുമില്ല, അത്രയേ ഉള്ളൂ മസാലകൾ. നന്നായി ഇത് വേവിച്ചിട്ട് നമ്മൾ മസാല റെഡിയാക്കി. ഇനി ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നു, നന്നായി ബീറ്റ് ചെയ്യുന്നു. ഇനി മുട്ട പുഴുങ്ങി വെച്ചത് 3 മുട്ടയാണ്, 6 പഫ്സ് ഉണ്ടാക്കുന്നത്. ഇനി പഫ്സിൻ്റെ ഷീറ്റ് എടുത്തതായി ഇതുപോലെ 4 ഭാഗം ഒന്ന് പരത്തി കൊടുക്കുക. ഇനി അതിലോട്ട് മസാല വയ്ക്കുന്നു. ഇനി ആ പകുതി മുട്ട മറിച്ചിട്ട് വെച്ച് കൊടുക്കുന്നു. ഇനി മടക്കാം. ഇനി ഇതാ 4 ഭാഗവും ഇതുപോലെ അങ്ങ് മടക്കി കൊടുക്കുക. ഇതാ നോക്കിയേ. ഇനി അതിലോട്ട് നമ്മൾ മുട്ട ബാറ്ററും കൂടി ഒഴിച്ച് കൊടുക്കുന്നു. മുട്ട ബാറ്റർ ഇങ്ങനെ മുകളിൽ ആക്കി കൊടുക്കുന്നു. എൻ്റെ ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ ആക്കിയാണ്. ബ്രഷ് മോശമായിപ്പോയി. അപ്പോൾ ഇനി നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത 20 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓൺലൈനിൽ വയ്ക്കുന്നത്. ഇനി നമുക്ക് റീസെറ്റ് ചെയ്ത് 20 മിനിറ്റ് റീസെറ്റ് ചെയ്യാം. ഇനി ബേക്ക് ചെയ്യാം. അത് 10 മിനിറ്റായി. ഇനി നോക്കി 10 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ ഇനി 20 മിനിറ്റായി. നമ്മുടെ സാധനം റെഡി ആയിട്ട് നമുക്ക് നല്ല അടിപൊളി പഫ്സായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി പഫ്സ്. ഇതാ നോക്കിയേ. എല്ലാവരും ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഓവനില്ലാത്തവർ ഓയിലിന് ഫ്രൈ ചെയ്യാം. നോക്കിയേ എപ്പടി നമ്മുടെ പഫ്സ്.